അമ്മ ഭയങ്കര സാധുവാണ്. അങ്ങനെ ഒരു സ്ട്രിക്റ്റ് അമ്മയെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. 7th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പം ഫസ്റ്റ് മന്ത്ലി ടെസ്റ്റ്, ക്വാർട്ടർലി എക്സാം, സെക്കൻഡ് മന്ത്ലി ടെസ്റ്റ്, ഹാഫ് ഇയർലി, തേർഡ് മന്ത്ലി ടെസ്റ്റ്. അതുവരെ പ്രോഗ്രസ് റിപ്പോർട്ട് ഞാൻ തന്നെയായിരുന്നു സൈൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. അമ്മയെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അമ്മയെ അങ്ങനെ ഒരു ഇതിലേക്ക് എന്തിനാ വെറുതെ അമ്മക്ക് ഇങ്ങനെ റെഡ് ലൈൻ കണ്ടൊരു ട്രോമ കൊടുക്കുന്ന അമ്മയോട് സ്നേഹമുള്ളൊരു മകനായിരുന്നു. അത്ര പാവമായിരുന്നു, മനസ്സിലായി, അത്ര പാവമായിരുന്നു. ലൈക്ക് ഷീ ഈസ് വെരി സ്വീറ്റ്. അപ്പോൾ അതിനെക്കൊണ്ട് അമ്മ അങ്ങനെ പഠിക്ക് എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോകും. സാധാരണ നമ്മൾ അമ്മമാരെ പോലെയുള്ള ഭാര്യമാരെയാണ് ആമക്കൾ അന്വേഷിച്ച് നടക്കുക. അങ്ങനെ അവർ ഭാര്യമാരെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെയാണോ ഭാര്യ അമ്മയെ പോലെ തന്നെ എന്ത് പറഞ്ഞാലും മനസ്സിലാവാത്ത? ഇല്ല. ലൈക്ക് ആഷിത ലൈക്ക് ആസ് എ വെരി ഇൻഡിപെൻഡൻറ്റ് ലേഡി. സോ ലൈക്ക് അങ്ങനെ നടക്കൂല, പറ്റിക്കാൻ പറ്റില്ല. അത് ബുദ്ധിമുട്ടാണ്, പറ്റിക്കാൻ പറ്റില്ല. അയ്യോ അങ്ങനെ അമ്മമാരെ പോലെയുള്ള ഞാൻ വായിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ആ ഒരു പാർട്ട്ണറിൽ പലപ്പോഴും തിരയുന്നത് നമ്മുടെ അമ്മയുടെ ക്വാളിറ്റീസാണ് നമ്മൾ പാർട്ട്ണറിൽ തിരയുന്നതെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് അറ്റ് ടൈംസ് നമുക്ക് ചില സമയത്ത് നമുക്ക് അവരുടെ അടുത്ത് അങ്ങനെ ഒരു എഫെക്ഷൻ വേണ്ടി വരും. ഒരു മദർ തരുന്ന ഒരു എഫെക്ഷൻ ഉണ്ട്. അത് ചില ടൈമിൽ നമ്മുടെ പാർട്ട്ണറുടെ അടുത്ത് നമുക്ക് വേണ്ടി വരും. അല്ലാണ്ട് ഈ പറഞ്ഞ വലിയ വലിയ കാര്യങ്ങൾ അറിയില്ല, ഞങ്ങൾ ഈ പുസ്തകം വായനയില്ലാത്തവരുണ്ട്. ഇല്ല, മനസ്സിലായത്. നിങ്ങൾ 8 years ഡേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ കല്യാണം കഴിക്കണം. പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് 2-3 years ഡേറ്റിംഗ് അല്ല, 8 years എന്നൊക്കെ പറയുമ്പോൾ യു നോ ദാറ്റ് പേഴ്സൺ ഇൻസൈഡ് ഔട്ട്. കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലോട്ട് മാറാൻ പിന്നീട് മുന്നോട്ട് പോകുമ്പോഴും കല്യാണം എന്ന് പറയുന്നത് കഴിയുന്നുണ്ട്. പക്ഷേ ലൈക്ക് ചിലത് എന്താ പറയുക, കുറച്ചും കൂടി നല്ലതായിരിക്കും അങ്ങനെ അറിയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നത് നല്ലതായിരിക്കും. കാരണം ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്കത് ചിലപ്പോൾ മടുക്കുകയും ചെയ്യും, ഏതെങ്കിലും ഒരു പോയിന്റിൽ. കാരണം ഒരുപാട് നമ്മൾ സാച്ചുറേറ്റഡ് ആവുന്നൊരു പോയിന്റ് ഉണ്ടാവും എല്ലാ കാര്യത്തിനും. കാരണം ഞാൻ എൻ്റെ ആനിമേഷൻ ഫീൽഡിൽ ഞാൻ ജോലി തുടങ്ങുമ്പം ഞാനൊരു 3D ക്രിയേറ്റർ ആയിരുന്നു. പിന്നെ അത് മേലോട്ട് എനിക്ക് പ്രൊമോഷൻ കിട്ടാൻ തുടങ്ങിയപ്പം പിന്നെ ഞാൻ ഇത് പണിയിൽ നിർത്തി, അഭിപ്രായം മാത്രമായി. അപ്പം ഞാൻ സാച്ചുറേറ്റഡ് ആയി. കാരണം അത് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ഹൈ കിട്ടുന്നത്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇരുന്നിട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അത്. ഇപ്പം നമ്മളെ ഒരു പാർട്ട്ണറെ കാര്യം എടുക്കുമ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ കൃത്യമായി അറിഞ്ഞ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് അതൊരു അറ്റം മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത്